ഡോക്ടർ മോഹൻ വർഗീസ് നമ്മോടൊപ്പം തുടരുന്നുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇതിപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ വിനാശമാണ് രാജ്യത്തുണ്ടായത്. അവർക്ക് വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നു. അവരുടെ സുപ്രീം ലീഡർ ഇല്ലാതായിരിക്കുന്നു. ആ നിലക്ക് അവർക്ക് വലിയ നഷ്ടമാണ്. അതുകൊണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള റിട്ടാലിയേഷനും ഉണ്ടാകും, അത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുമാണ്. പക്ഷേ ഒരു യുദ്ധമാകുമ്പോൾ സൈനിക തലത്തിൽ നിന്നുള്ള നടപടികളും ഉണ്ടാകും, അതേസമയം രാഷ്ട്രീയ തലത്തിലുള്ള നടപടികളും വേണം. അതൊരു യുദ്ധതന്ത്രം കൂടിയാണ്. അപ്പോൾ ഒരു നേതൃത്വം പല ഘട്ടങ്ങളിലായി അവരുടെ നേതൃത്വത്തിലെ മുൻനിരക്കാരെല്ലാം നഷ്ടമായി പോയത് ഒരു യുദ്ധമുഖത്ത് അവരുടെ ഫോക്കസ് നഷ്ടപ്പെട്ടു പോകാനൊക്കെ ഇടയാക്കുമെന്നൊരു ആശങ്കയോ ഒരു തോന്നലോ അങ്ങേക്കുണ്ടോ? അപ്പം ഇറാൻ്റെയൊക്കെ ഒരു സ്ഥിതി അനുസരിച്ച് ഒരു ലെയർ പോയാൽ മറ്റൊരു ലെയർ എപ്പോഴും സജ്ജമാണെന്നവർ പറയുമ്പോൾ കൂടിയും ഒരു പ്രധാനപ്പെട്ട യുദ്ധമുഖത്ത് അവർ നിൽക്കുമ്പോൾ ഇപ്പോൾ പരക്കെ ആക്രമണങ്ങൾ നടക്കുന്നു. ഇപ്പോൾ സൗദിയിൽ അരാംകോയിൽ അവരുടെ ആക്രമണം നടക്കുകയാണ്. അപ്പോൾ അത് ലക്ഷ്യം തെറ്റി വീണതാണെങ്കിൽ കൂടിയും അരാംകോ ഇന്ന് സൗദിയുടെ ഒരു സെൻസേഷണൽ ഏരിയയാണ്, അവിടെ ആക്രമണം നടക്കുന്നു. ഒമാന്റെ തീരത്ത് വീണ്ടും ആക്രമണം ഉണ്ടാകുന്നു. ഗൾഫ് മേഖലകളിൽ പരക്കെ ആക്രമണം ഉണ്ടാകുന്നു. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ പല ആളുകൾ നഷ്ടപ്പെട്ടു പോയത് അതിന്റെ ഫോക്കസ് നഷ്ടപ്പെടാൻ ഇടയാക്കുമോ? അത് ഈ യുദ്ധത്തിന്റെ പരിണതിയെ വീണ്ടും അപകടമായ രീതിയിൽ ബാധിക്കുമെന്ന ഒരു ആശങ്കാജനകമായ തോന്നലുണ്ടോ അങ്ങേക്ക്? ലോകത്ത് എപ്പോഴെല്ലാം യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടോ ആ യുദ്ധമെല്ലാം നയിക്കുന്ന ഒരു മുഖമുണ്ട്. ഒരു രാജ്യം യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആ രാജ്യത്തിന്റെ തലവൻ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ പ്രധാന മുഖമായി കാണുന്നത് ഇവിടെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് ഡൊണാൾഡ് ട്രംപ് ആണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് അയത്തുള്ള അലി ഖൊമേനിയാണ്. അതാണ് ഒരു നറേറ്റീവ്. മുന്നിൽ നിന്ന് നയിക്കുകയോ പിന്നിൽ നിന്ന് നയിക്കുകയോ എന്നതല്ല, യഥാർത്ഥത്തിൽ ഒരു കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ സ്ട്രക്ചറിന്റെ തലപ്പത്തെ വൺ പേഴ്സൺ ഹു വിൽ അൾട്ടിമേറ്റ്ലി ഡിസൈഡ്. ഇതാണ് യുദ്ധത്തിന്റെ ഒരു രീതിശാസ്ത്രം. അത് രാജ്യത്തെ ആളുകളുടെ ആത്മവീര്യം ഉയർത്തി നിർത്താൻ, സേനാ വിഭാഗങ്ങളുടെ ഒരു ഇലാൻ, ഒരു മൊറാൽ ഉയർത്തി നിർത്താൻ ഒക്കെ അത് നിർണായകമാണ്. പക്ഷെ ഇറാന്റെ കാര്യം ലേശം വ്യത്യസ്തമാണ്. ഇറാനെ ഒരുമിപ്പിച്ച് നിർത്തിയിരുന്നു. പ്രത്യേകിച്ച് 1989 പരമാധികാര പദവി ഏറ്റെടുത്തതിന് ശേഷം ഇറാന്റെ സമഗ്ര മേഖലയിൽ, സാമ്പത്തിക മേഖല, സൈനിക മേഖല, സാംസ്കാരിക മേഖല, എല്ലാ മേഖലകളിലും സമഗ്രമായ ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് കൊണ്ടുവന്നതും ആധുനിക ഇറാന്റെ ഈ രൂപത്തിൽ ഇന്നത്തെ ഇറാൻ ഇപ്പോൾ കാണുന്നത് അത് നെഗറ്റീവോ പോസിറ്റീവോ കാണാം, ആ ഘട്ടത്തിലേക്ക് എത്തിച്ചു നിർത്തത് വൺ പേഴ്സൺ കോൾഡ് ആയിട്ടുള്ള അലി ഖൊമേനി. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി കാലം ചെയ്യുന്നു, അല്ലെങ്കിൽ അദ്ദേഹം നാട് നീങ്ങുന്നു, അദ്ദേഹം എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു, കൊല്ലപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തിന്റെ കളക്റ്റീവ് സൈക്കയ്ക്ക് ഉണ്ടാകുന്ന ഒരു ഷോക്ക്, തീർച്ചയായും ആ ഒരു ഷോക്ക് വളരെ ആഴത്തിലുള്ളതാണ്. അങ്ങനെയുള്ള രോഷപ്രകടനങ്ങൾ, ഖേദപ്രകടനങ്ങൾ, പിന്നെ വലിയ ദുഃഖ ആചരണം എല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുമാണ്. പക്ഷെ അത് പൂർണ്ണമായും ഇറാൻ ജനതയും ഇറാന്റെ നേതൃത്വവും ഇത് പ്രീ എംപ്റ്റ് ചെയ്തിരുന്നു. തീർച്ചയായും ആയത്തുള്ള അലി ഖൊമേനി ഹൈ റിസ്ക് കാറ്റഗറിയാണ്. IRGC ചെയർപേഴ്സൺ ഹൈ റിസ്ക് കാറ്റഗറിയാണ്. സൈനിക മേധാവി ഹൈ റിസ്ക് കാറ്റഗറിയാണ്. ആണവ ശാസ്ത്രജ്ഞർ എല്ലാവരും തന്നെ ഹൈ റിസ്ക് ആണ്. കാരണം മുൻകാലങ്ങളിൽ അവരെല്ലാം വധിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിന് ശേഷം ആര് എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. ഇവിടെയാണ് പുതിയ ഒരു താൽക്കാലിക അറേഞ്ച്മെന്റ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, പ്രസിഡന്റ് പദവിയിലിരിക്കുന്ന മസൂദ് പെസഷ്കിയാൻ, അതുപോലെ അലി അറാഫി എന്ന അയത്തുള്ള, ഈ 3 പേർക്ക് മതഘടനകൾ. അപ്പം രാഷ്ട്രീയ ഘടനകളുടെ തലപ്പത്തുള്ളയാൾ, നീതിന്യായ ഘടനകളുടെ തലപ്പത്തുള്ളയാൾ, മതഘടനകളുടെ തലപ്പത്തുള്ളയാൾ, അല്ലെങ്കിൽ പ്രതിനിധികൾ, ഇവര് 3 പേരും ചേരുന്ന താൽക്കാലികമായ സംവിധാനം. അപ്പൊ ഇവിടെ പാശ്ചാത്യ ശക്തികൾ നോക്കുമ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാം. ഈ 3 പേരിൽ ആരാണ് വലുത്, ആരാണ് ആത്യന്തികമായി ഭരണചക്രം തിരിക്കാൻ പോകുന്നത്, അടുത്ത പരമോന്നത നേതാവായി വരുന്നത് ഇതിൽ ആരാണ്, അതോ ഇതിന്റെ പുറത്തു നിന്ന് ആരെങ്കിലുമാണോ? 88 അംഗ കൗൺസിൽ കൂടി സമയമെടുത്തുകൊണ്ട് തീരുമാനിക്കേണ്ടത് ഒരു പോപ്പുലർ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയ എന്നതുപോലെ സുദീർഘമായ ഒരു പ്രക്രിയയിലൂടെ ഉരുത്തിരിഞ്ഞ് വരേണ്ട ഒരു പേരാണ് ദാമ്പത്യമാണ്. പക്ഷേ അവിടെ ഒരു സിസ്റ്റം ഉണ്ട്. അത് ഇത് പ്രിയംപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാം, അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകാം, ഇങ്ങനെ സംഭവിക്കാം എന്ന് ഓരോ ഇറാനിയനും അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് അവർ പ്രതിരോധം ഒരുക്കുന്ന ലേയേഴ്സ്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ലേയേഴ്സ് ആൻഡ് ലേയേഴ്സ് ഓഫ് ഡിഫൻസ് ആൻഡ് ലേയേഴ്സ് ആൻഡ് ലേയേഴ്സ് ഓഫ് ഓപ്ഷൻ, ഇങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ്. പക്ഷേ ആ സിസ്റ്റം അതുപോലെ നിൽക്കുകയാണ്. ഈ അമേരിക്ക ഭയപ്പെടുന്നത് ഇറാന്റെ സംവിധാനത്തെയാണ്. ഒരുപക്ഷെ ആയത്തുള്ള അലി ഖൊമേനി കൊല്ലപ്പെടാം, പക്ഷേ സംവിധാനം നിലനിന്നാൽ അടുത്തു വരുന്ന ആൾ ഇതേ നയങ്ങൾ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്കിൽ ഇറാനിൽ നിന്ന് ഇസ്രായേലിനുള്ള അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്കുണ്ട് എന്ന് അമേരിക്ക കരുതുന്ന ഭീഷണി തുടരും.
ആ ഭീഷണിയെ ശാശ്വതമായി ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ചില ന്യായങ്ങൾ കണ്ടെത്തണം. അപ്പോഴാണ് ഇറാഖിന്റെ പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ ഒരു വലിയ വിപത്തായി മാറുന്നു. അമേരിക്കൻ താല്പര്യങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ഒരു വിപത്തായി നിൽക്കുന്നു. എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ കണ്ടെത്തിയ ന്യായമാണല്ലോ. ജൈവായുധങ്ങളുണ്ട്, രാസായുധങ്ങളുണ്ട്. അത് സദ്ദാം ഹുസൈന്റെ കയ്യിൽ, ഇറാഖിന്റെ കയ്യിൽ സുരക്ഷിതമാവില്ല. സമാനമായ രീതിയിലാണ് ആണവ ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള സമ്പുഷ്ടീകരണ ശേഷി ഇറാൻ ഇതാ കൈവരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇറാന്റെ കയ്യിലെ ആണവ ആയുധങ്ങൾ, ആ മേഖലയുടെ ആകമാനം സുരക്ഷയ്ക്ക് വെല്ലുവിളിയാണ്. ഓരോ ഗൾഫ് രാജ്യങ്ങളെയും അത് ബോധിപ്പിക്കുന്ന തരത്തിലായിരുന്നു അമേരിക്ക. അതൊട്ടൊക്കെ വിശ്വസിക്കുന്ന ഒരു രീതിയിലുമാണ്. കാരണം അതിന്റെ ഒരു രീതിശാസ്ത്രം അങ്ങനെയാണല്ലോ. അമേരിക്ക പറയുന്ന ലാർജർ റെറ്ററിക്കിന് അനുകൂലമായി നിന്നില്ല എങ്കിൽ ഏതൊരു ഗൾഫ് രാജ്യത്തിനും നിലനിൽപ്പില്ല. അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകും. അമേരിക്ക എഞ്ചിനീയർ ഒരു ഖൂ അല്ലെങ്കിൽ അട്ടിമറി എന്തെങ്കിലും ഉണ്ടാകും. രാജകുടുംബത്തിൽ തന്നെ ഒരുപക്ഷെ വിള്ളലുകൾ ഉണ്ടാക്കിയേക്കാം. ആ ഒരു ഘട്ടം വരുമ്പോൾ ഒരു പരിധി വരെ അമേരിക്ക ഡിക്റ്റാറ്റർസ് അംഗീകരിച്ചുകൊണ്ട് വളരെ നല്ല കുഞ്ഞുങ്ങളായി കാര്യമായ എതിർപ്പുകളില്ലാതെ എന്നാൽ തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ദോഷമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകണം. ആ പാരഡൈമാണ്, ആ സുരക്ഷയാണ് ഇത്രയും കാലം ഗൾഫ് രാജ്യങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന സുരക്ഷയാണ് ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. അത് അപ്രതീക്ഷിതമായ, എക്കാലത്തും ഇപ്പൊ താടിയുള്ള അപ്പനെ കാട്ടിയാണല്ലോ പേടിപ്പിക്കുന്നത്. എപ്പോഴും ഖൊമൈനിയെ കാട്ടി പേടിപ്പിക്കുന്നു, അല്ലെങ്കിൽ നെതന്യാഹുവിനെ കാട്ടി പേടിപ്പിക്കുന്നു. എത്ര കാലം ഇത് തുടരാനാവും? ഒരു ശത്രു ഉണ്ടാകുന്ന മധ്യപൗരസ്യ പ്രദേശത്തെ അമേരിക്കയുടെ താവളങ്ങൾ നിലനിർത്തണമെങ്കിൽ ഒരു സാങ്കല്പിക ശത്രു ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. സാങ്കല്പിക ശത്രു എന്ന നിലയിൽ നിന്നും ആഴത്തിലുള്ള യഥാർത്ഥ ശത്രുവിലേക്കുള്ള ഒരു പരകായ പ്രവേശം സാധ്യമാകുമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കണം. ഇതൊരു ലാർജർ ഗെയിം പ്ലാന്റെ ഭാഗമാണ്. അങ്ങനെ അമേരിക്കയുടെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിനെ തഴച്ചു വളരാനുള്ള സാഹചര്യം ഉണ്ടാകും. ഗൾഫിൽ മാത്രമല്ല, എല്ലായിടത്തും. വിഭവങ്ങളുടെ ഒരു സ്വാംശീകരണമാണ്. 2, ആംസിന്റെ ഒരു വിപണന സാധ്യതയാണ്. പിന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ തങ്ങൾക്കൊരു സ്ഥാനമുള്ളൂ, തങ്ങൾക്കൊരു ഇടമുള്ളൂ. അമേരിക്കയ്ക്കുള്ളതുപോലെ ലോകത്തെല്ലായിടത്തും കടന്നു ചെല്ലാനുള്ള ഇടം മറ്റ് രാജ്യങ്ങൾക്കില്ല എന്നോർക്കണം. അതുകൊണ്ട് തങ്ങളുടെ അധീശത്വ ശക്തി അല്ലെങ്കിൽ ഹെഗ്യമണി ലോകത്തെമ്പാടും നിലനിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ചിട്ടപ്പെടുത്തലുകൾ ആവശ്യമുണ്ട് എന്ന അമേരിക്കൻ തിരിച്ചറിവിന്റെ പേരിൽ നിന്നുകൊണ്ട് തന്നെയാണ് ആ മധ്യപൗരസ്യ പ്രദേശത്തെ എല്ലാ സംഘർഷങ്ങളും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇസ്രയേൽ എന്ന ത്രെട്ട്, ആത്യന്തികമായ ത്രെട്ട് ഒരുപക്ഷെ ഇന്ന് നള്ളിഫൈ ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാനാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ തയ്യാറെടുക്കുന്നത്. അതായത് അബ്രഹാമിക കരാറുകളുടെ സഹായത്തോടുകൂടി ഒന്നൊന്നായി അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായി സന്ധി ചെയ്തു. 1973 അവസാന യുദ്ധത്തിന് ശേഷം അറബ് രാജ്യങ്ങളുമായി ഇസ്രായേൽ നേരിട്ട് യുദ്ധം ചെയ്തിട്ടില്ല. അവിടെയും ഇവിടെ ഗോലാൻ കുന്നുകളൊക്കെ ചെറിയ തോതിൽ പിടിച്ചെടുത്തു സിറിയയുടെ കയ്യിൽ നിന്ന്. അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ഇസ്രായേൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ട്രാക്ക് റെക്കോർഡ് നോക്കുമ്പോൾ പിന്നെ വരേണ്ട ത്രെട്ട് ഇറാനിൽ നിന്ന് മാത്രമാണ്. അത് പരമാവധി ആളിക്കത്തിക്കുക. ഇപ്പോഴിതാ അമേരിക്കൻ തന്ത്രം വിജയിച്ചിരിക്കുന്നു. ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചിരിക്കുന്നു. അത് ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. അങ്ങനെ അമേരിക്കൻ സ്കീം കുറെയൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് വേണം കരുതാൻ. പക്ഷേ ഇതിനൊരു ബദൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ചർച്ചകളിലേക്ക് കൊണ്ടുവരാൻ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഒരു പരിധിവരെ കൈവിട്ടു പോകാതിരിക്കാൻ ഗുഡ് സെൻസ് ടു പ്രിവെയിൽ, ചർച്ചകളിലേക്ക്, നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് വരാനുള്ള ഒരു അവസരമായി ഇങ്ങനെയുള്ള ബലപ്രയോഗങ്ങളെ കാണുക. ഇന്ന് മാത്രമാണ് ലോകം ആഗ്രഹിക്കുന്നത്. നമ്മുടെ 90 ലക്ഷം വരുന്ന ഇന്ത്യൻ പ്രവാസികൾ ഗൾഫ് മേഖലയിൽ എല്ലാവരും ഒരേ മനസ്സോടുകൂടി ആഗ്രഹിക്കുന്നത് നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് 2 ഭാഗവും വരട്ടെ എന്ന രീതിയിൽ തന്നെയാണ് ലോകത്തിന്റെ ആഗ്രഹം.